തലേന്ന് രാത്രി ആർമാഴ്ച ഫുഡ് ചെയ്ത് ബാക്കിയത് ആകെ 2 കുബൂസും പിന്നെ പെരിപ്പിരി അല്ല പെരിപ്പിരി അൽഫാമില്ല അതിന്റെ മസാല. ഈ അൽഫാം തിന്ന് ആരെ പിരിയാലും ഒന്ന് ഇളകിപ്പോകും. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് നമ്മുടെ ഇടയിൽ ഇതിന്റെ മസാലെങ്കിലും ബാക്കിയാണ്. പിറ്റേന്ന് രാവിലെ തുടങ്ങിയ എൻ്റെ അമ്മ ഫ്രിഡ്ജിൽ 2 കുബൂസ് ഉണ്ട്, അതിൽ 2 കുബൂസ് ബാക്കി ഉണ്ടെന്ന് ഇറക്കി. അപ്പോൾ ഞാൻ പറയും അതിൻ്റെതാണ്, ഞാൻ വെച്ചതാണ്, എനിക്ക് ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞിട്ട് ആർക്കും കൊടുക്കാതെ വെച്ചതാണ്. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചാൽ എൻ്റെ അമ്മയുടെ വേറൊരു വിഷം ഞാൻ കണ്ടിരും. അതുകൊണ്ട് തന്നെ എടുത്ത് ചൂടാക്കി. ഇന്ന ടൈമിൽ ഈ മസാല തേച്ച് പിടിപ്പിക്കാൻ നോക്കിയപ്പോൾ മസാലൊക്കെ പടം ഞങ്ങൾ ഒറ്റക്കെട്ടാന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് അങ്ങനെ സ്പ്രെഡ് ആവണില്ല. അപ്പോൾ പിന്നെ ഓല വൈക്ക് വിട്ടേണ്ട അടുത്ത ഓക്കെടുക്കൽ പിന്നെ ടൊമാറ്റോ സോസിൻ്റെ മേലായി. അതാണെങ്കിൽ കോർപ്പറേഷൻ പൈപ്പത്തെ വെള്ളം പോലെ തട്ടിട്ട് മുട്ടിട്ടൊക്കെ വരുന്നത്. അതിലെന്തെങ്കിലും വേണ്ടേ? പിന്നെ ഇതിൻ്റെ മേലെ ആഡംബരത്തിന് കുറച്ച് ചീസ് ചെയ്തത്. ഈ ചീസ് ഹോം മെയ്ഡ് ആണ്. ഇതിനും ഒരു വലിയ കഥ പറയാണ്ട്, കാരണം ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. അതിലുണ്ട് കുറച്ച് കോമഡി. ഇതൊക്കെ ഇതിൻ്റെ മേലെ കൂടെ ഇട്ടിട്ട് അലങ്കാരത്തിന് എന്തോ ഒരു കുറവ്. അപ്പോൾ പിന്നെ ഫ്രിഡ്ജിൽ പോയി ഒറിഗാനോ ഉണ്ടോ നോക്കി, അതില്ല. ചില്ലി ഫ്ലെക്സ് ഉണ്ടോ നോക്കി, അതില്ല. അങ്ങനെ തെരഞ്ഞ് കസൂരി മേത്തി കയ്യിൽ കിട്ടി, അതെടുത്തതിൻ്റെ മേലെ കൂടെ വിതറി. കസൂരി മേത്തിൻ്റെ ലുക്ക് സ്മെല്ലോ ഇതിക്ക് തീരെ യോജിപ്പില്ല. അപ്പോൾ അതൊക്കെ എടുത്ത് പൊറുക്കിയിട്ട് അങ്ങനെ ഒരു കുബൂസിൻ്റെ ലുക്ക് ഇത്രയൊക്കെ മതി വെച്ചിട്ട് അവിടെ വെച്ച് അടുത്ത കുബൂസ് എടുത്ത് ചൂടാക്കി. ലുക്കിലും ടേസ്റ്റിലും വ്യത്യാസം ഉണ്ടാകും. ഇതിൽ നമ്മൾ മുട്ടയും കൂടെ ആഡാക്കിയാണ്. ഇതിലും നമ്മൾ പിരി അല്ല പെരി മസാലയും ടൊമാറ്റോ സോസൊക്കെ ആഡാക്കിയാണ്. കുബൂസിൻ്റെ കവറെടുത്ത് വേസ്റ്റ് കിടാൻ നോക്കിയപ്പോൾ ഉണ്ട് അതിലൊരു കുബൂസും കൂടെ കിടക്കണം. ഇനി ഒന്ന് മേക്ക് ഓവർ ചെയ്ത് വെച്ചിട്ട് അപ്പോൾ അതെടുത്ത് ഇതിൻ്റെ മേലക്കെട്ട് തിരിച്ചിട്ട് പോക്കും അടിഭാഗം മൊസൈക്കാണ്. അങ്ങനെ 3 കുബൂസും മേക്ക് ഓവർ ചെയ്ത് 3 മേക്ക് ഓവറൊക്കെ ഒരു കല്യാണപ്പരെ പോയി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സംഖ്യക്കുള്ള വകുപ്പുണ്ടായി. അപ്പോൾ ലുക്ക് നിങ്ങൾ നോക്കണ്ട, കാണുന്ന പോലെ ഒന്നല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായി. ആർക്കും കൊടുക്കാതെ എടുത്തിച്ച് സാധനം നാസാക്കിയെന്ന് എൻ്റെ മാരം കേൾക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ.